ഹലോ, നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ നാളികേരങ്ങൾ? ഇങ്ങനത്തെ തേങ്ങകൾ നിങ്ങളുടെ അടുത്ത് കളയുകയാണല്ലേ ചെയ്യുക. എന്നാൽ അതുകൊണ്ട് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ചിരട്ട നമുക്ക് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിനകത്തെ ഇങ്ങനെ ഡാമേജ് ആയിട്ടിരിക്കുന്ന തേങ്ങ കഷ്ണങ്ങൾ നമുക്ക് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. നന്നായി കഴുകിയെടുക്കണം. അതിനുള്ളിലുള്ള കരിയൊക്കെ കണ്ടോ, അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകണം. മാക്സിമം അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ വിധത്തിൽ കിട്ടും. 1-2 പ്രാവശ്യം കഴുകിയിട്ടല്ല, നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ഉരച്ച് കഴുകുക. അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ കഴുകിയ തേങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകരുത്. എത്രയുണ്ടോ തേങ്ങാ കഷ്ണങ്ങൾ അതെല്ലാം അതിൽ മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ. എന്നിട്ട് ഈ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. നേരെ കുക്കറിലേക്ക് കയറ്റി നമ്മൾ ഒരു 2-3 വിസിൽ കൊടുക്കുക. അതിനുള്ളിലുള്ള ആ വേസ്റ്റ് മണവും അതിൽ അഴുക്കായ ഭാഗങ്ങളും എല്ലാം സെപ്പറേറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിസിൽ വെച്ച് അടച്ച് കുക്കറിൽ നമുക്കൊന്ന് അടിച്ചെടുത്ത് നോക്കാം. അതിനുശേഷം നമുക്ക് റെഡിയാക്കിയിട്ട് പിന്നെ വരാം. അപ്പോൾ നമ്മളിപ്പോൾ നല്ല ചൂടുണ്ട്. അതിലെ എയർ ഫുള്ള് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. കണ്ടോ, അതിനകത്തെ പുളിച്ച മണവും ആ സ്മെല്ലും കാര്യങ്ങളും എല്ലാം അഴുക്കും പുഴുക്കും എല്ലാം ഇങ്ങനെ പോയി കിട്ടും. ഇനി നമുക്ക് ആ വെള്ളം ഇതിൽ നിന്ന് ഊറ്റി മാറ്റിയ ശേഷം വീണ്ടും നന്നായിട്ട് കഴുകി ഈ പരുവത്തിലെത്തിക്കണം. വെറുതെ കഴുകിയെടുത്താൽ പോലെ നന്നായിട്ട് കഴുകണം. അതിനകത്ത് സ്മെല്ലും കാര്യങ്ങളും എല്ലാം പോയി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കഴുകുക ഇത്. കണ്ടോ, ഈ ഭാഗമൊക്കെ ഇനി ഒന്നുകൂടെ ഉരച്ച് കഴുകാൻ പറ്റുന്നതാണ്. മാക്സിമം കഴുകുക. കരി പിടിച്ച് വീണ്ടും ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളയാം. മാക്സിമം കഴുകുക, എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഞാൻ അത് വീണ്ടും രണ്ടാമത് കഴുകിയ ശേഷം വേവിച്ച് വന്ന ആ ഒരു കൊപ്രകളെ ഞാൻ വീണ്ടും ഒന്ന് ഡ്രൈ ആക്കാൻ പോവുകയാണ്. വീണ്ടും നമ്മളതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റി ഡ്രൈ ആക്കി ഒന്ന് കണ്ണാപ്പ എന്ന് പറഞ്ഞ സാധനത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. കണ്ണാപ്പ എന്ന് പറയുമ്പോൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്ന പാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പത്തനംതിട്ട ജില്ലയിൽ കണ്ണാപ്പ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഈ വിധത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് ഇതിനെ ഫ്രിഡ്ജിലേക്ക് കയറ്റേണ്ടതാണ്. ഇതൊന്ന് ഫ്രീസ് ആവണം. അങ്ങനെ ഫ്രിഡ്ജ് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത സാധനത്തെ നമ്മൾ മുറിച്ചതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് ഇനിയും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാം. ആദ്യം നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചതായി പരുവത്തിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു ബാറ്ററിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് വിറകടുപ്പിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. വിറകടുപ്പിൽ ചെയ്യുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെ ചൂടാക്കിയെടുത്തു. ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് തണുപ്പിക്കാൻ വെച്ചു. തണുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇതിങ്ങനെ തന്നെ ഞാൻ വറ്റിച്ചെടുക്കാൻ ശ്രമിച്ചു. പകുതി വഴി എത്തിയില്ല. അതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി സംഭവം ഞാൻ ചെയ്യാൻ മറന്നുപോയത് ഇതിനെ അരിച്ചെടുത്തില്ല. ഇതിൻ്റെ മട്ട് അരിച്ചെടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാനിതിനെ അരച്ച് നന്നായിട്ട് ജ്യൂസ് മാത്രം എടുത്ത് ഇങ്ങനെ ആക്കിയെടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. വറ്റിച്ചതായി ഈ പരുവമായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്രീമി എഫക്റ്റാണ് വരുന്നത്. ഒരു ക്രീമും ഒരു ഓയിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സെപ്പറേറ്റ് ആയി വരുന്നത് നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കണം. പറ്റിച്ചെടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു ഇത് മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരും. കണ്ടോ, ഇത്ര എണ്ണ തെളിഞ്ഞ് വന്നു. ബാക്കിയുള്ളതെല്ലാം വറ്റിച്ചെടുത്തപ്പോൾ ഈ ഒരു ബാറ്ററിൽ കിട്ടിയതാണ് കേട്ടോ. ഓയിൽ കറക്റ്റ് ശുദ്ധമായിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് റെഡിയായി കിട്ടി. നമുക്ക് ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാനിരുന്ന ആ ഒരു തേങ്ങാ കഷ്ണങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഇത്ര എണ്ണ ആക്കിയെടുക്കാൻ പറ്റിയത്. നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്കിന്നിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് തലമുടിയിൽ ഉപയോഗിക്കാം. ഇനി കേടായ തേങ്ങാ കഷ്ണങ്ങൾ കളയല്ലേ.